ആകാശം വിരിച്ച കല്ലൂർ പള്ളം പട്ടികജാതി കോളനിയിലെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ലെന്ന ആക്ഷേപം. നടപടിയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് കോളനി നിവാസികൾ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ ഒരുങ്ങി തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയം. ദേശീയ മത്സ്യത്തൊഴിലാളി പാർലമെന്റിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 543 പ്രതിനിധികൾ പങ്കെടുക്കും. കരഭൂമി തരം മാറ്റി നൽകാനുള്ള സർക്കാർ ഉത്തരവ് കാലതാമസം കൂടാതെ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകന്റെയും കുടുംബത്തിന്റെയും സത്യാഗ്രഹ സമരം. റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം. ഇരിങ്ങാലക്കുടയിൽ പൊതുക്കാനയുടെ മുകളിൽ സ്വകാര്യ വ്യക്തി സ്ലാബ് ഇടുന്നതിനെതിരെ പരാതി. സ്റ്റോപ്പ് മെമ്മോ നൽകി അധികൃതർ. വെള്ളറക്കാട് മനപ്പടിയിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി പാടം മണ്ണിട്ട് നികത്തുന്നതായി ആക്ഷേപം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാതെ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നഴ്സുമാരുടെ കുറവ് മൂലം രോഗികൾ വലയുന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. പ്രളയം തകർത്തെറിഞ്ഞ കല്ലൂർ പള്ളം പട്ടികജാതി കോളനി നിവാസികളെ സർക്കാരും കൈയൊഴിഞ്ഞു. 2 ആഴ്ചയോളം വെള്ളം കയറി വീടുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടും കുടുംബങ്ങളെ സർക്കാരിന്റെ ദുരിതാശ്വാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് ആക്ഷേപം. 20ലേറെ വർഷം പഴക്കമുള്ള കോളനിയിലെ എല്ലാ വീടുകളിലും 2 ആഴ്ചയോളം വെള്ളം കയറിയ നിലയിലായിരുന്നു. മണലിപ്പുഴ കരകവിഞ്ഞ് കോളനിയിലൂടെ ഒഴുകിയതോടെ ഇവർ സ്വരുക്കൂട്ടി വെച്ചതെല്ലാം പ്രളയം കവർന്നു. ഗൃഹോപകരണങ്ങളെല്ലാം നശിച്ചു. വസ്ത്രങ്ങളും രേഖകളും ഒലിച്ചുപോയി. കാലപ്പഴക്കം ചെന്ന വീടുകളുടെ ചുമരുകൾ വിണ്ടുകീറി. ദിവസങ്ങളോളം വെള്ളം കെട്ടിനിന്ന് വീടിന്റെ അടിത്തറയ്ക്ക് ബലക്ഷയം സംഭവിച്ചു. ആഴ്ചകളോളം കല്ലൂർ പള്ളി ഹാളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ കുടുംബങ്ങൾ തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ഒന്നുമില്ലാത്തവരായി മാറുകയായിരുന്നു. പ്രളയം കഴിഞ്ഞ് 7 മാസമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ ജീവിതം തള്ളി നീക്കാൻ കഷ്ടപ്പെടുകയാണ് കോളനി നിവാസികൾ. പ്രളയത്തിൽ ഗൃഹോപകരണങ്ങൾ നശിച്ചതോടെ ഓരോ കുടുംബത്തിനും 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ചില വീട്ടുകാർ അറ്റകുറ്റപ്പണികൾ തീർത്ത് വീട്ടിൽ താമസമാക്കി. ഭൂരിഭാഗം പേരും വിണ്ടുനിൽക്കുന്ന ചുമരുകളുള്ള വീടുകളിലാണ് ഇപ്പോഴും അന്തിയുറങ്ങുന്നത്. ഇത്രയേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ച കോളനി നിവാസികൾക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചത് 10,000 രൂപയുടെ സഹായമാണ്. വീട് പുനർനിർമ്മിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കുമായി സഹായം ലഭിക്കുവാൻ അധികൃതർക്ക് അപേക്ഷ നൽകിയെങ്കിലും ദുരിതാശ്വാസ ലിസ്റ്റിൽ പോലും കോളനി നിവാസികളെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം. കോളനി നിവാസികൾ നൽകിയ അപേക്ഷകൾ കാണാനില്ലെന്ന നിലപാടിലാണ് അധികൃതർ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കോളനിയിൽ ഏതു നിമിഷവും നിലംപൊത്താവുന്ന വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ അധികൃതർ അവഗണിക്കുകയാണെന്ന് കോളനിക്കാർ പറയുന്നു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ കോളനിയിൽ എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട്. ജില്ലാ ഭരണകൂടം ഇടപെട്ട് കോളനി നിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ആവശ്യം. അല്ലാത്തപക്ഷം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് കോളനി നിവാസികൾ. TCV ന്യൂസ്, പുതുക്കാട്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ദേശീയ മത്സ്യത്തൊഴിലാളി പാർലമെന്റിനുള്ള ഒരുക്കങ്ങൾ തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സ്റ്റേഡിയത്തിലും പുറത്തുമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 10 നടക്കുന്ന ദേശീയ പാർലമെന്റ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് TN പ്രതാപൻ അധ്യക്ഷനാകും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 543 പ്രതിനിധികൾ ഫിഷർമെൻ പാർലമെന്റിൽ പങ്കെടുക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുകുൾ വാസ്നിക്, VM സുധീരൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12ഓടെ രാഹുൽ ഗാന്ധി നാട്ടിക ഫിഷറീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കാസർഗോഡ് പെരിയയിലേക്ക് യാത്ര തിരിക്കും. കരഭൂമി തരം മാറ്റി നൽകാനുള്ള സർക്കാർ ഉത്തരവ് കാലതാമസം കൂടാതെ നടപ്പിലാക്കുക, റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുപ്രവർത്തകന്റെയും കുടുംബത്തിന്റെയും സത്യാഗ്രഹ സമരം. CPM നാട്ടിക ഏരിയ കമ്മിറ്റിയിലെ അംഗമായിരുന്ന KR രാമചന്ദ്രനും കുടുംബവുമാണ് കയ്പമംഗലം വില്ലേജ് ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യുന്നത്. ഭാര്യയുടെയും മകന്റെയും പേരിൽ രജിസ്റ്റർ ചെയ്ത 11 സെന്റ് ഭൂമിയിൽ വീട് പണിയുന്നതിന് നൽകിയ അപേക്ഷയിൽ 5 മാസങ്ങളായിട്ടും തീരുമാനമായില്ലെന്നാരോപിച്ചായിരുന്നു സമരം. കരഭൂമി തരം മാറ്റി നൽകുന്നതിൽ ഇളവ് അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി 3 മാസം കഴിഞ്ഞിട്ടും റവന്യൂ ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്ക് മൂലം നിരവധി അപേക്ഷകരാണ് നീതിക്കായി RTO ഓഫീസ് കയറിയിറങ്ങുന്നത്. 2006 മുൻപ് നികത്തപ്പെട്ടതും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതുമായ കരഭൂമി മാറ്റി നൽകുന്നതിനാണ് സർക്കാർ ഉത്തരവിറക്കിയത്. 1967 മുൻപ് നികത്തപ്പെട്ട ഭൂമിയാണെന്ന റവന്യൂ രേഖകൾ ഹാജരാക്കിയാൽ ഫീസ് ഇല്ലാതെയും മറ്റ് ഭൂമികൾ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ന്യായവിലയുടെ 10% ഈടാക്കിയും തരം മാറ്റി നൽകാമെന്നാണ് സർക്കാർ ഉത്തരവ്.
RDO ഓഫീസിൽ അപേക്ഷ നൽകി കൃഷി ഓഫീസർമാരും വില്ലേജ് ഓഫീസർമാരും സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് RDO ഓഫീസിൽ എത്തിച്ചിട്ടും യഥാസമയം തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് രാമചന്ദ്രൻ പറയുന്നു. എൻ്റെ ഭാര്യയുടെയും മകൻ്റെയും പേരിലുള്ള 11 സെന്റ് സ്ഥലത്ത് വീട് പണിയുന്നതിന് വേണ്ടി നൽകിയ അപേക്ഷയിൽ നാളിതുവരെ തീരുമാനമെടുക്കാൻ ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല. സർക്കാർ ഉത്തരവ് ഇറങ്ങി 3 മാസം പിന്നിട്ടിട്ടും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. 10 സെന്റ് ഭൂമിയുള്ളവരും 1200 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് നിർമ്മിക്കാനുള്ളവരുടേതുമായ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. 1925 ശേഷം റീസർവേ പൂർത്തിയാകാത്ത വടക്കേ മലബാറിന്റെ ഭാഗമായ കൊടുങ്ങല്ലൂർ താലൂക്കിലെ എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, എസ്എൻപുരം പഞ്ചായത്തുകളിലെ അപേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ ഈ അനാസ്ഥയെന്ന് രാമചന്ദ്രൻ പറയുന്നു. TCV കയ്പമംഗലം. വെള്ളർക്കാട് മനപ്പടിയിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി പാടം മണ്ണിട്ട് നികത്തുന്നതായി പരാതി. മനുഷ്യാവകാശ സംരക്ഷണ സമിതി കുന്നംകുളം താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് TK മുഹമ്മദ് ബഷീറാണ് വില്ലേജ് കൃഷിഭവൻ അധികൃതർക്കും എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരിക്കുന്നത്. അനധികൃതരുടെ അനുമതിയില്ലാതെ പാടത്ത് കിണർ കുഴിച്ചെടുത്ത് മണ്ണുപയോഗിച്ചാണ് നികത്തുന്നത്. ഇതുമൂലം പാടശേഖരത്തിലേക്കുള്ള തോടിന്റെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന റോഡ് പണിയുടെ മറവിലാണ് മണ്ണിട്ട് നികത്തുന്നതെന്നും പരാതിയിൽ പറയുന്നു. അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട പൊതുഖാനയുടെ മുകളിൽ സ്വകാര്യ വ്യക്തി സ്ലാബ് ഇടുന്നതിനെതിരെ പരാതി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പൊതുഖാന കയ്യേറിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാരോപിച്ച് BJP കൗൺസിലർമാർ നിർമ്മാണം തടഞ്ഞ് സ്ഥലത്ത് കൊടിനാട്ടി. നഗരസഭ 22-ാം വാർഡിൽ ചെട്ടിപ്പറമ്പ് വൺവേ റോഡിനോട് ചേർന്ന് കടന്നുപോകുന്ന രാമൻചിറ തോട്ടിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. 2 അതിർത്തികൾക്ക് മുകളിൽ സ്വകാര്യ വ്യക്തി മതിലിൽ നിന്നും 1.5 അടിയോളം കാനയിലേക്ക് തള്ളി പില്ലറുകൾ നിർമ്മിച്ച് അതിനു മുകളിലാണ് ഇപ്പോൾ സ്ലാബ് ഇടുന്നതെന്ന് സന്തോഷ് ബോബൻ ആരോപിച്ചു. നഗരസഭയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാണ് കൗൺസിൽ നിർദ്ദേശം. എന്നാൽ ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കുന്നില്ലെന്നും സന്തോഷ് ബോബൻ ആരോപിച്ചു. പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണെന്നും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കുകയുള്ളൂവെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തത് കയ്പമംഗലം പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. സ്റ്റേഷൻ പരിധിയും ജനസംഖ്യയും കുറവുള്ള സമീപ പോലീസ് സ്റ്റേഷനുകളെല്ലാം ഗ്രേഡ് ഉയർത്തി CIമാർക്ക് കീഴിലാക്കി കൂടുതൽ SIമാരെ നിയമിച്ചപ്പോൾ കയ്പമംഗലം മാത്രം തഴയപ്പെട്ടിരിക്കുകയാണ്. ജനസംഖ്യയും ജനസാന്ദ്രതയും കൂടുതലുള്ള എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളാണ് ഈ സ്റ്റേഷന് കീഴിലുള്ളത്. ഇതിൽ 2 പഞ്ചായത്തുകൾ സമീപ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ക്രൈം റേറ്റ് കൂടുതലുള്ളതാണ്. മതിലകം, എസ്എൻപുരം പഞ്ചായത്തുകൾ മാത്രം പരിധിയുള്ള മതിലകം സ്റ്റേഷനിൽ ഒരു CIയും 4 SIമാരും ഉള്ളപ്പോൾ കയ്പമംഗലത്ത് ആകെയുള്ളത് ഒരു പ്രിൻസിപ്പൽ SIയും ഒരു ASIയും മാത്രമാണ്. 60ഓളം പോളിംഗ് ബൂത്തുകൾ കയ്പമംഗലം സ്റ്റേഷന് കീഴിലുണ്ട്. ഇതിൽ തന്നെ നിരവധി ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. സമീപ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് കൂടുതൽ കടൽ തീരവും ദേശീയപാതയും പങ്കിടുന്ന സ്റ്റേഷൻ കൂടിയാണ് കയ്പമംഗലം. കഴിഞ്ഞ ഓഗസ്റ്റ് 13-നാണ് മതിലകം സ്റ്റേഷൻ വിഭജിച്ച് കയ്പമംഗലം സ്റ്റേഷൻ നിലവിൽ വന്നത്. SI ഉൾപ്പെടെ 29 ഉദ്യോഗസ്ഥരാണ് നിലവിലുള്ളത്. ചുരുങ്ങിയത് 2 SIമാരുടെ കൂടി സേവനം ലഭിച്ചാലേ സ്റ്റേഷന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ടു പോകൂ. ദേശീയപാതയിൽ നിന്ന് 3 കിലോമീറ്റർ പടിഞ്ഞാറാണ് കയ്പമംഗലം സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. യാത്രാ ബുദ്ധിമുട്ട് കാരണം നിയമനം ലഭിക്കുന്നവർ പിന്മാറുകയാണെന്നാണ് സൂചന. TCV കയ്പമംഗലം. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നഴ്സുമാരുടെ കുറവ് മൂലം രോഗികൾ വലയുന്നു. 40 നഴ്സിംഗ് സ്റ്റാഫ് വേണ്ട ജനറൽ ആശുപത്രിയിൽ താൽക്കാലിക ജീവനക്കാരടക്കം 32 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 6 സ്ഥിരം ജീവനക്കാർ സ്ഥാനക്കയറ്റം ലഭിച്ചുപോയി. 8ഓളം നഴ്സിംഗ് ജീവനക്കാർ ലീവായതോടെ ജീവനക്കാരും രോഗികളും ബുദ്ധിമുട്ടിലായി. പരാതികൾ മൂലം ആശുപത്രിയിൽ രോഗികളും നഴ്സുമാരും തമ്മിലുള്ള വാക്കേറ്റം നിത്യസംഭവമായി മാറി. ജീവനക്കാരുടെ കുറവ് നികത്താൻ അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായി. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ഗ്രാമപ്രദക്ഷിണത്തിന് തുടക്കമിട്ട് തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാട് ഭക്തിസാന്ദ്രം. കനത്ത ചൂടിനെ അവഗണിച്ചും 100 കണക്കിന് ഭക്തരാണ് തേവരുടെ മകീരം പുറപ്പാടിന് സാക്ഷിയാകാൻ എത്തിയത്. വൈകിട്ട് 2:30-നും 3:30-നും മധ്യയുള്ള കർക്കിടകം രാശിയിലായിരുന്നു മകീര്യം പുറപ്പാട്. രാശി വെടിക്ക് ശേഷം ചേലൂർ, പുന്നപ്പള്ളി, ജ്ഞാനപ്പള്ളി ഇല്ലങ്ങളിൽ നിന്നുള്ള ക്ഷേത്രം ഊരായ്മക്കാർ കുളിച്ച് തേവരെ തൊഴുത് മണ്ഡപത്തിലിരുന്നു. തുടർന്ന് മേൽശാന്തി തീർത്ഥവും പ്രസാദവും നൽകിയതോടെ തേവരെ എഴുന്നള്ളിക്കാൻ ഊരായ്മക്കാർ അനുവാദം നൽകി. ഇതോടെ പാണികൊട്ടി തേവരുടെ തിടമ്പ് തൃക്കോൽശാന്തി മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു.
തെളിയിച്ച കുടിവിളക്കിന് മുന്നിൽ അലങ്കരിച്ച പീഠത്തിൽ പരവതാനി വിരിച്ച് തേവരെ പാരമ്പര്യ കഴകക്കാരൻ സ്വീകരിച്ചു. ബ്രാഹ്മണിപ്പാട്ടും പറസമർപ്പണവും കഴിഞ്ഞതോടെ തേവരെ മണ്ഡപത്തിന്റെ വടക്കുവശത്തെ വാതിൽ വഴി പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഈ സമയം പിഷാരൂടിമാർ ചേർന്ന് പറ നൽകി തേവരെ സ്വീകരിച്ചു. തുടർന്ന് തേവർ 3 ആനകളോടെ പുറത്തേക്ക് എഴുന്നള്ളി. ദേവസ്വം സീതാരാമൻ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ചു. മച്ചാട് കണ്ണൻ ഇടംകൂട്ടും കൂറ്റനാട് വിഷ്ണു വലംകൂട്ടുമായി തേവർക്ക് അകമ്പടിയേകി. ഈ സമയം തേവരുടെ വരവറിയിച്ച് 1501 കതിനാവെടികൾ മുഴങ്ങി. പറയ്ക്ക് ശേഷം ഗ്രാമപ്രദക്ഷിണത്തിലെ ആദ്യ ആറാട്ടിനായി തേവർ 5 ആനകളോടെയാണ് സേതുകുളത്തേക്ക് എഴുന്നള്ളിയത്. തോരണങ്ങളാൽ അലങ്കരിച്ച വഴിയിലൂടെ എഴുന്നള്ളിയ തേവരെ പറ നൽകിയാണ് ഭക്തർ വരവേറ്റത്. ആറാട്ടിന് ശേഷം പാണ്ഡ്യമേളത്തോടെ തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. തുടർന്ന് പൂജകൾക്ക് ശേഷം പാണികൊട്ടി തേവരെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ചുറ്റമ്പലത്തിനകത്തെ തീർത്ഥക്കിണറ്റിൻകരയിൽ തേവർക്ക് ചെമ്പിലാറാട്ട് നൽകി. കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിനായി തേവർ പുഴ കടക്കുന്ന സ്വന്തം പള്ളിയോടം ബുധനാഴ്ച നീരണിഞ്ഞു. രാവിലെ മുതൽ നൂറുകണക്കിന് ഭക്തർക്ക് ക്ഷേത്രത്തിൽ അന്നദാനം വിതരണം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ 8:30 നടക്കൽ പൂരത്തിനായി തേവർ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളും. തുടർന്ന് തേവർക്ക് പുത്തൻകുളത്തിൽ ആറാട്ട് നൽകും. ആറാട്ടിന് ശേഷം തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും. വൈകിട്ട് കാട്ടൂർ പൂരത്തിന് യാത്രയാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ കാട്ടൂർ പൂരം, ബ്ലാഹയിൽ കുളത്തിൽ ആറാട്ട്, കുറുക്കൻകുളം ആറാട്ട് എന്നീ ചടങ്ങുകൾ നടക്കും. TCV തൃപ്രയാർ. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്ത തുടർന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധനയിൽ ഇരിങ്ങാലക്കുടയിൽ നിയമലംഘനം നടത്തിയ ബസ്സുകൾ പിടികൂടി പിഴ ചുമത്തി. ബുധനാഴ്ച രാവിലെ ജോയിന്റ് RTO മനോജിന്റെ നേതൃത്വത്തിലാണ് മിന്നൽ പരിശോധന നടത്തിയത്. ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന എയർഹോൺ ഘടിപ്പിച്ച 3 ബസ്സുകൾ പിടികൂടി. സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാത്ത 1 ബസ്സും മ്യൂസിക് സിസ്റ്റം ഘടിപ്പിച്ച 2 ബസ്സുകളും പിടികൂടി പിഴ ഈടാക്കി. ബസ്സുകളിൽ വയോധികർക്കും സ്ത്രീകൾക്കും അർഹമായ സീറ്റ് സംവരണം ഉറപ്പാക്കുന്നതിനും വിദ്യാർത്ഥികളോട് ബസ് ജീവനക്കാർ അപമര്യാദയായി പെരുമാറുന്നുണ്ടോ എന്നറിയുന്നതിനും മഫ്തിയിൽ പരിശോധന തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാട്ടൂർ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ ഠാണാവിൽ പോകാതെ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചും പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ നടപടികൾ കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ ബാബു MR, വിനേഷ് കുമാർ, ഷിനു PA, മെർവിൻ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. നെന്മണിക്കര ചിറ്റിശ്ശേരിയിൽ ഉത്തരേന്ത്യക്കാരിയായ യുവതി ഓട്ട് കമ്പനിയിൽ പ്രസവിച്ച സംഭവം അന്വേഷിക്കാനെത്തിയ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കമ്പനി ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ചിറ്റിശ്ശേരി വിശ്വം പോട്ടറീസ് ഉടമ കൃഷ്ണന്റെ പേരിലാണ് പുതുക്കാട് പോലീസ് കേസെടുത്തത്. നെന്മണിക്കര ആരോഗ്യ കുടുംബ കേന്ദ്രത്തിലെ നഴ്സ് K യമുനയുടെ പരാതിയെ തുടർന്നാണ് നടപടി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സം നിന്നതിനാണ് കേസെടുത്തത്. ഉത്തരേന്ത്യൻ യുവതി ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഓട്ട് കമ്പനിയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രസവിച്ചത്. കുഞ്ഞിന്റെ നില ഗുരുതരമാണെന്നറിഞ്ഞ് സംഭവം അന്വേഷിക്കാനെത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് നേരെ കമ്പനി ഉടമ അതിക്രമം കാണിക്കുകയായിരുന്നു. പിന്നീട് പോലീസിന്റെ സഹായത്തോടെ യുവതിയെയും കുഞ്ഞിനെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആലത്തൂർ LDF സ്ഥാനാർത്ഥി PK ബിജു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്തിലെ ഊരേക്കാട് വായനശാലയ്ക്ക് സമീപത്തു നിന്നാണ് PK ബിജു പര്യടനം ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീജ, CPM ഏരിയ സെക്രട്ടറിമാരായ PN സുരേന്ദ്രൻ, AS കുട്ടി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ആലത്തൂർ മണ്ഡലത്തിൽ PK ബിജുവിന് ഇത് 3ാം അംഗമാണ്. 2014 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ KM ഷീബയെ 37,312 വോട്ടിന് പരാജയപ്പെടുത്തി PK ബിജു വിജയിച്ചത്. LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ പ്രചരണത്തിനിറങ്ങി. കൊരട്ടിയിലെ ഇൻഫോ പാർക്ക്, കിൻഫ്ര എന്നിവിടങ്ങളിലെത്തിയ ഇന്നസെന്റും സംഘവും ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും കണ്ടതിനു ശേഷം കുന്നപ്പള്ളിയിലെ നിർമ്മല കോളേജിലെത്തി വിദ്യാർത്ഥികളോടും അധ്യാപകരോടും വോട്ട് അഭ്യർത്ഥിച്ചു. പിന്നീട് ചാലക്കുടി ITI പനമ്പള്ളി കോളേജ് എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര. BD ദേവസി MLA, നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺ കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കുമാരി ബാലൻ, PP ബാബു, CPM നേതാക്കൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിന്റെ സാംസ്കാരിക ചിഹ്നമായി മാറുകയാണ് മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പ്രതിമ.
പോലീസ് മൈതാനിയിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിലാണ് തമ്പുരാന്റെ വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. തൃശൂരിന് ശക്തൻ തമ്പുരാന്റെയും കോഴിക്കോടിന് SK പൊറ്റക്കാടിന്റെയും പ്രതിമ പോലെ കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ മുഖമായി മാറുകയാണ് കേരളവ്യാസന്റെ പ്രതിമ. TN പ്രതാപൻ MLA ആയിരിക്കെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 ഘട്ടങ്ങളിലായി 1.63 കോടി രൂപ അനുവദിച്ചാണ് ചത്തുര നിർമ്മാണം പൂർത്തിയാക്കിയത്. മൈതാനിയിൽ 6 അടി ഉയരത്തിലാണ് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. പേരാമംഗലം സ്വദേശി സുഭാഷ് വിശ്വനാഥനാണ് ശില്പം രൂപകൽപ്പന ചെയ്തത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ചിത്രത്തിൽ നിന്നും കളിമൺ രൂപമുണ്ടാക്കി മെഴുകിന്റെ സഹായത്തോടെ വെങ്കലത്തിൽ ശില്പം ഒരുക്കുകയായിരുന്നു. 500 കിലോഗ്രാം വെങ്കലം ഉപയോഗിച്ച് നിർമ്മിച്ച പ്രതിമ നഗരത്തിലെത്തുന്നവരെ ആകർഷിക്കുന്ന വിധത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. എടവിലങ്ങ് പൊടിയൻ ബസാറിൽ BJP പ്രവർത്തകനായ അറക്കൽ വീട്ടിൽ സതീഷിനെ ആക്രമിച്ച കേസിൽ 5 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് ചെമ്പനെഴുത്ത് ലാലു, മണലിക്കാട്ടിൽ പ്രശാന്ത്, കാർളം ചുള്ളിപ്പറമ്പിൽ മുരളീധരൻ എന്ന കണ്ണൻ, എടവിലങ്ങ് പുല്ലാർക്കാട്ട് അമൽ കൃഷ്ണ, പുല്ലാർക്കാട്ട് അഖിൽ കൃഷ്ണ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ CI KG അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഈ മാസം 10-നാണ് കേസിനാസ്പദമായ സംഭവം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന സംഘർഷത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിറകിലെന്ന് പോലീസ് പറഞ്ഞു. ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലയിൽ SSLC പരീക്ഷ ഡ്യൂട്ടിക്കായി അധ്യാപകരെ ലഭിക്കാത്തത് ഉദ്യോഗസ്ഥർ നെട്ടോട്ടമോടുന്നു. 20 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് അധ്യാപകരെ നിയമിക്കുന്നത്. എന്നാൽ ചാവക്കാട് ഉപജില്ലയിൽ ആവശ്യത്തിന് അധ്യാപകരെ ലഭിക്കാത്തതിനാൽ UP സ്കൂളിൽ നിന്ന് അധ്യാപകരെ വിളിച്ചാണ് ബുധനാഴ്ച പരീക്ഷ നടത്തിയത്. എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂൾ, തിരുവളയന്നൂർ സ്കൂൾ എന്നിവിടങ്ങളിലാണ് അധ്യാപകരില്ലാതെ തൊട്ടടുത്ത UP സ്കൂളിൽ നിന്ന് അധ്യാപകരെത്തി പരീക്ഷ നടത്തിയത്. ചാവക്കാട് ഉപജില്ലയിൽ 22 കേന്ദ്രങ്ങളിലായി 3097 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഇത്തവണ ചെങ്ങാലൂർ സെന്റ് മേരീസ് സ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത് 3 ഇരട്ട സഹോദരങ്ങൾ. ആരോമൽ, ആതിര, അനുകൃഷ്ണൻ, മനുകൃഷ്ണൻ, അതുൽ, അനന്തു എന്നിവരാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. നന്ദിപുലം കൊല്ലിക്കര അജിതയുടെയും വിനയന്റെയും മക്കളായ ആരോമലും ആതിരയും 5ാം ക്ലാസ് മുതൽ ഇവിടെയാണ് പഠിക്കുന്നത്. സ്നേഹപുരം മടത്തിക്കര മനോജിന്റെയും ബിന്ദുവിന്റെയും മക്കളാണ് അതുലും അനന്തവും. മുപ്ലിയം ചിറാക്കോലി ജയന്റെയും സരിതയുടെയും മക്കളായ മനുകൃഷ്ണനും അനുകൃഷ്ണനും 6ാം ക്ലാസ്സിലാണ് സെന്റ് മേരീസിൽ എത്തുന്നത്. തർക്കത്തിനിടയിൽ വൈദ്യുതി നിഷേധിച്ചപ്പോൾ കടുത്ത വേനൽ ചൂടിൽ വെന്തുരുകി കുരുന്നുകൾ. മാള പഞ്ചായത്തിലെ കാട്ടിക്കരക്കുന്ന് അംഗനവാടിയിലെ കുട്ടികളാണ് കനത്ത ചൂടിൽ വാടിത്തളരുന്നത്. സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് പുതുതായി നിർമ്മിച്ച അംഗൻവാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം മെയ് 30-ന് കഴിഞ്ഞതാണ്. എന്നാൽ 10 മാസമായിട്ടും വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല. 1 ലക്ഷം രൂപ നൽകി വാങ്ങിയ 3 സെന്റ് സ്ഥലത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അംഗൻവാടി നിർമ്മിച്ചത്. ഇതിനായി 394 തൊഴിൽ ദിനങ്ങളിലായി 11 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു. അംഗൻവാടിയുടെ മുന്നിലൂടെയുള്ള പഞ്ചായത്ത് വഴിയോട് ചേർന്നുള്ള സ്ഥലത്ത് വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ചിട്ട് 8 മാസത്തിലധികമായി. എന്നാൽ ഈ പോസ്റ്റ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. പഞ്ചായത്ത് ഏറ്റെടുത്ത് കോൺക്രീറ്റിംഗ് നടത്തിയ വഴി സംബന്ധിച്ചും തർക്കമുണ്ട്. KSEB ബോധപൂർവം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ചതാണെന്നാണ് ആക്ഷേപം. പഞ്ചായത്ത് വഴിയോട് ചേർന്നുള്ള ഭാഗത്തേക്ക് പോസ്റ്റ് നീക്കിയിട്ട് വൈദ്യുതി കണക്ഷൻ നൽകാമെന്നിരിക്കെ തർക്കത്തിനുള്ള വേദിയാക്കി മാറ്റുകയായിരുന്നുവെന്നാണ് പരാതിയുള്ളത്. വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് തടസ്സമായി യാതൊരു നിയമ നടപടിയും ഇല്ലാതിരുന്നിട്ടും നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. വെള്ളത്തിനായി ജലനിധിയിൽ പണമടച്ചിട്ടും അനുവദിച്ചു കിട്ടിയിട്ടില്ല. സ്വകാര്യ വ്യക്തിയുടെ സമ്മതം ആവശ്യമായതിനാലാണ് വെള്ളത്തിന്റെ ലഭ്യതയും ഇല്ലാതായത്. ഇപ്പോൾ അംഗനവാടിയിലെ ഹെൽപ്പർ അടുത്ത വീട്ടിൽ നിന്ന് പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നാണ് ഉപയോഗിക്കുന്നത്. 14 കുട്ടികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കും ഭക്ഷണത്തിനുമായുള്ള വെള്ളം ഇത്തരത്തിൽ കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ്. കൂടാതെ ചൂട് കടുക്കുമ്പോൾ കാറ്റിനായി വീശിക്കൊടുക്കുകയും വേണം. വൈദ്യുതിയും വെള്ളവും നിഷേധിക്കാൻ കഴിയില്ലെന്ന പൊതുനയത്തെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് ഈ കുരുന്നുകളോട് അധികൃതർ കാണിക്കുന്നത്. TCV, മാള. മൊബൈലിൽ വ്യാജ സന്ദേശം അയച്ച ഒറീസ സ്വദേശിയായ ഓട്ട് കമ്പനി തൊഴിലാളിയുടെ 71,200 രൂപ തട്ടിയെടുത്തു. ചിറ്റിശ്ശേരിയിലെ ഓട്ട് കമ്പനി തൊഴിലാളിയായ ഒറീസ സ്വദേശി അക്ഷയ് കുമാറാണ് തട്ടിപ്പിനിരയായത്. 1ാം സമ്മാനമായി കാർ ലഭിച്ചുവെന്ന പ്രമുഖ ഓൺലൈൻ കമ്പനിയുടെ പേരിൽ സന്ദേശം അയച്ചാണ് തട്ടിപ്പ് നടത്തിയത്. സമ്മാനമായി ലഭിച്ച കാറിന് നികുതിയായി പണം അക്കൗണ്ടിലിടണമെന്നായിരുന്നു സന്ദേശം. ഇവർ അയച്ചുകൊടുത്ത ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് അക്ഷയ് കുമാർ പണം നിക്ഷേപിക്കുകയായിരുന്നു. കാർ ലഭിക്കണമെങ്കിൽ വീണ്ടും പണം നിക്ഷേപിക്കണമെന്ന് അറിഞ്ഞതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. ദിവസം 300 രൂപ കൂലിയായി ലഭിക്കുന്ന അക്ഷയ് കുമാർ ഇത്രകാലം സ്വരൂപിച്ച പണമാണ് നഷ്ടമായത്.
ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളുമായി 5 വർഷത്തിൽ ഒരിക്കൽ പോലും സംവദിക്കാത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് KPCC ജനറൽ സെക്രട്ടറി ശൂരനാട് രാജശേഖരൻ പറഞ്ഞു. കുന്നുകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനകീയം തിരഞ്ഞെടുപ്പ് സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPക്ക് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ യുദ്ധം സൃഷ്ടിക്കേണ്ടി വരുമെന്ന് താൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ 1 വർഷം മുമ്പേ വിലയിരുത്തിയിരുന്നു. 2018 ആദ്യം പുറത്തിറങ്ങിയ തന്റെ പുസ്തകത്തിലും ഇത് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ രാജ്യസുരക്ഷ എന്ന പേരിലാണ് BJP തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രാജ്യത്തെ ദ്രോഹിക്കുന്ന ഈ 2 സർക്കാരുകൾക്കെതിരെയുള്ള ജനവിധിയാകും ലോക്സഭാ തിരഞ്ഞെടുപ്പെന്ന് രാജശേഖരൻ പറഞ്ഞു. 20 സീറ്റുകളിലും UDF വിജയിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് MLA-മാരെ പോലും LDF കളത്തിലിറക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, ജയപ്രകാശ് ഇലവന്ത്ര, മോഹൻദാസ് C, ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മോഷ്ടിച്ച ബൈക്കുകളിൽ കറങ്ങി നടന്ന മാല കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. എടത്തിരിഞ്ഞി ചെട്ടിയാൽ നെല്ലിക്കകത്ത് രജനീഷിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട 1-ാം പ്രതി റോഷൻ നേരത്തെ പിടിയിലായിരുന്നു. 1-ാം പ്രതിയെ ബൈക്ക് മോഷണത്തിൽ സഹായിക്കുകയായിരുന്നു രജനീഷ് ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. കുറൂരമ്മ ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ നായർ സമാജം ഏർപ്പെടുത്തിയ ശിവപത്മം പുരസ്കാരം മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരന് സമ്മാനിച്ചു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം കമ്മീഷണർ P വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കുറൂരമ്മ ദിനത്തോടനുബന്ധിച്ച് പുലർച്ചെ ഗുരുവായൂരപ്പന് ശ്രീലകത്ത് നെയ്വിളക്ക് സമർപ്പണം, കുറൂരമ്മയുടെ ബിംബത്തിൽ മാല ചാർത്തൽ, ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് നടന്ന സമ്പൂർണ്ണ നാരായണീയ പാരായണം ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് നിർമ്മലൻ മേനോൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PKN പിള്ള, V അച്യുതക്കുറുപ്പ്, ഡോക്ടർ DM വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. തർക്കത്തെ തുടർന്ന് കുഴൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA ജോജോ സ്ഥാനം രാജിവെച്ചു. I വിഭാഗക്കാരനായ MA ജോജോ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് രാജിവെച്ചെന്നാണ് സൂചന. രാജിക്കത്ത് DCCക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ MA ജോജോയുടെ രാജി സ്വീകരിച്ചതായി സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുഴൂർ പഞ്ചായത്തിൽ എയ്ഡ് ഇന്ത്യ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാന ചടങ്ങിൽ നിന്ന് I വിഭാഗത്തിലെ ചില നേതാക്കൾ വിട്ടുനിന്നിരുന്നു. ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മണ്ഡലം പ്രസിഡന്റിനെ അതേ ഗ്രൂപ്പിലെ മറ്റൊരു നേതാവ് പരസ്യമായി അവഹേളിച്ചതായും ആരോപണമുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിച്ചാണ് MA ജോജോ രാജിവെച്ചതെന്നാണ് സൂചന. പെരിങ്ങോട്ടുകരയിൽ അന്തിക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ 2 ഏക്കർ തെങ്ങിൽ പറമ്പ് കത്തിനശിച്ചു. 2 വർഷങ്ങളായി ഉപയോഗശൂന്യമായി പുല്ലും കാടും വളർന്നു കിടന്നിരുന്ന സ്ഥലത്താണ് തീ പടർന്നത്. തീയും പുകയും ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപത്തുള്ള അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ശ്രീദേവിയാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചത്. അന്തിക്കാട് SI സംഗീത് പുനത്തിലിന്റെ നേതൃത്വത്തിൽ പോലീസും തുടർന്ന് നാട്ടിക ഫയർഫോഴ്സും സ്ഥലത്തെത്തി. നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. നാട്ടിക ഫയർ സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണൻ, ഫയർമാൻമാരായ രഞ്ജിത്ത്, സന്തോഷം, മെബിൻ ആന്റണി തുടങ്ങിയവർ ചേർന്നാണ് തീയണച്ചത്. ഏങ്ങണ്ടിയൂർ 1000 കണ്ണി ഭഗവതി ക്ഷേത്രോത്സവം ഭക്തി നിർഭരമായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ 9 മണിക്ക് ശീവേലി നടന്നു. തുടർന്ന് വഴിപാട് പൂരങ്ങൾക്ക് തുടക്കമായി. വൈകിട്ട് പകൽപൂരത്തിന് ശേഷം നടന്ന എഴുന്നള്ളിപ്പിൽ 32 ആനകൾ അണിനിരന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഭഗവതിയുടെ തിടപ്പേറ്റി. ഊട്ടോളി ആനന്ദൻ ഇടത്തും പുതുപ്പള്ളി കേശവൻ വലത്തുമായി അകമ്പടിയേകി. ചെറുശ്ശേരി അനിയൻകുട്ടന്മാരാർ നയിച്ച മേളം എഴുന്നള്ളിപ്പിന് കൊഴുപ്പേകി.
ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രോത്സവത്തിന് ആയിരങ്ങളെത്തി. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തി, മേൽശാന്തി MK ശിവാനന്ദൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഞ്ചവാദ്യത്തിന് ശങ്കരപുരം പ്രകാശന്മാരാരും ചെണ്ടമേളത്തിന് ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരും നേതൃത്വം വഹിച്ചു. വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആന, വാദ്യമേളങ്ങൾ, വർണ്ണക്കാവടികൾ, നാടൻ കലാരൂപങ്ങൾ എന്നിവയോടെയുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിലെത്തി. വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിലേക്ക് വടക്കാഞ്ചേരി റോഡിൽ നിന്ന് പ്രവേശിക്കുന്ന ഭാഗത്ത് വീതി കൂട്ടുന്നതിന് പുറമ്പോക്ക് ഭൂമിയിലെ കെട്ടിടം പൊളിച്ചു നീക്കാൻ ഉത്തരവായി. താലൂക്കിലെ ഭൂരേഖ തഹസിൽദാർ ഇത് സംബന്ധിച്ച ഉത്തരവ് നഗരസഭയ്ക്ക് കൈമാറി. റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂരേഖ തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിലാണ് ഭൂമി പുറമ്പോക്കാണെന്ന് കണ്ടെത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് അനധികൃത കയ്യേറ്റം നടത്തി നിർമ്മിച്ചതാണ് കെട്ടിടം. രേഖകൾ പ്രകാരം ഇതിൽ കച്ചവടം ചെയ്യുന്നവരെ ഒഴിപ്പിക്കുന്നതിനും നിർദ്ദേശമുണ്ട്. കള്ളുഷാപ്പ്, ചായക്കട, പലചരക്ക് കച്ചവടം എന്നിവയാണ് ഈ കെട്ടിടത്തിലുള്ളത്. ഒരു മുറി അടച്ചിട്ടിരിക്കുകയാണ്. പുറമ്പോക്ക് ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു. ഭൂമി റവന്യൂവിന്റേതാണോ നഗരസഭയുടേതാണോ എന്ന സംശയവും നിലനിന്നിരുന്നു. പുറമ്പോക്ക് വഴി എന്നാണ് രേഖകളിൽ ഉള്ളതെന്ന് താലൂക്ക് ഭൂരേഖ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. മുനിസിപ്പൽ നിയമം നിലവിൽ വന്നതോടെ നഗരസഭ റോഡിനോട് ചേർന്നുള്ള പുറമ്പോക്ക് ഭൂമികളുടെ അവകാശം നഗരസഭയുടേതാകും. ഇതനുസരിച്ച് നഗരസഭയാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. സർവേ, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ തുടങ്ങിയവയ്ക്ക് താലൂക്ക് ഉദ്യോഗസ്ഥരുടെ സഹായമുണ്ടാകും. സ്ഥലം ഏറ്റെടുത്ത് വീതി വർദ്ധിപ്പിക്കുന്നതോടെ സീനിയർ ഗ്രൗണ്ടിലേക്ക് തൃശൂർ വടക്കാഞ്ചേരി റോഡുകളിൽ നിന്നുള്ള ഗതാഗതം സുഗമമാകും. നഗരത്തിലെ തിരക്കൊഴിവാക്കാനുള്ള പ്രധാന വൺവേയായി ഇതിനെ ഉപയോഗപ്പെടുത്താം. തൃശൂർ റോഡിൽ നിന്ന് പ്രവേശിക്കുന്ന ഭാഗത്ത് വീതി വർദ്ധിപ്പിച്ച് നവീകരണം പൂർത്തിയാക്കിയിരുന്നു. വടക്കാഞ്ചേരി റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വീതി വർദ്ധിപ്പിച്ച് പുനർനിർമ്മാണം നടത്താനുള്ള തുകയും വകയിരുത്തിയിട്ടുണ്ട്. കെട്ടിടം പൊളിച്ചു മാറ്റുന്നതോടെ റോഡിന് വീതി കൂട്ടാനും യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനുമാകും. TCV കുന്നംകുളം. ഉണ്ണികൃഷ്ണൻ പുതൂർ മെമ്മോറിയൽ ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സ്മാരക പുരസ്കാരത്തിന് MT വാസുദേവൻ നായരെ തിരഞ്ഞെടുത്തു. 11,111 രൂപയും ആർട്ടിസ്റ്റ് JR പ്രസാദ് രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 5ാം ചരമവാർഷിക ദിനമായ ഏപ്രിൽ 2-ന് ഗുരുവായൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. ഡോക്ടർ M ലീലാവതി, ആലങ്കോട് ലീലാകൃഷ്ണൻ, ഡോക്ടർ P രശ്മി എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. CPM നേതാവായിരുന്ന CO പൗലോസ് അനുസ്മരണം കാളമുറിയിൽ നടന്നു. KU അരുണൻ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി PM അഹമ്മദ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം KV പീതാംബരൻ, VK ജ്യോതിപ്രകാശ്, MC ശശിധരൻ എന്നിവർ സംസാരിച്ചു. മുൻ മണലൂർ MLAയും തൃശൂർ DCC പ്രസിഡന്റുമായിരുന്ന NI ദേവസ്യക്കുട്ടിയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. അരിമ്പൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം പ്രസിഡന്റ് PA ജോസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VS സുരേഷ് കുമാർ, DC ചാക്കോ, CL ജോൺസൺ, ജിജോ നീലങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടോൽകുന്ന് അജ്മീർ ഉറൂസും ഖാദ്രിയ റാത്തിബ് വാർഷികവും ദുആ സമ്മേളനവും വ്യാഴാഴ്ച മുതൽ 4 ദിവസങ്ങളിലായി നടക്കും. വടക്കേ കോട്ടോലിൽ പ്രത്യേകം സജ്ജമാക്കിയ മർഹൂം ഹാജി കുഞ്ഞിപ്പ മുസ്ലിയാർ നഗറിൽ വ്യാഴാഴ്ച രാവിലെ 6-ന് ബീരാവുണ്ണി മുസ്ലിയാരുടെ മഖാം സിയാറത്തോടെ തുടക്കം കുറിക്കും. വൈകിട്ട് 4-ന് KA ഹസൻ ഹാജി കോട്ടോൽ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന ദുആ സമ്മേളനം ദമാലുദ്ദീൻ മുസ്ലിയാർ പാലക്കോട് ഉദ്ഘാടനം ചെയ്യും. 4 ദിവസങ്ങളിലും മതപ്രഭാഷണം, ബുർദ, മജ്ലിസ്, പ്രാർത്ഥന സദസ്സ് എന്നിവ ഉണ്ടാകും. ഗുരുവായൂർ ഗീതാ ഗോവിന്ദം ട്രസ്റ്റിന്റെ ഗീതാ ഗോവിന്ദ പുരസ്കാരത്തിന് അഷ്ടപതി വാദ്യകലാകാരൻ ജ്യോതിദാസ് ഗുരുവായൂരിനെ തിരഞ്ഞെടുത്തു. 11,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏപ്രിൽ 5-ന് ഗുരുവായൂരിൽ നടക്കുന്ന ജയദീവ ഗീതമേളയിൽ പുരസ്കാരം സമ്മാനിക്കും. ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയത്തിലെ അഷ്ടപതി അധ്യാപകനായ ജ്യോതിദാസ് തുടർച്ചയായി 12 മണിക്കൂർ സോപാന സംഗീതം ആലപിച്ച ഏഷ്യൻ റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സ്തനാർബുദ രോഗ പരിശോധനയ്ക്കായി മാമോഗ്രാം ടെസ്റ്റിംഗ് ക്യാമ്പ് തുടങ്ങി.
ഗുരുവായൂർ അർബൻ ബാങ്ക് ചെയർമാൻ വി ബൽറാം പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്ക് പ്രസിഡന്റ് CM സെബാസ്റ്റ്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് മുഖ്യപ്രഭാഷണം നടത്തി. PK ജോൺസൺ, കമാലുദ്ദീൻ തോപ്പിൽ, VJ വർഗീസ്, യോഗേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. SSIയുടെ ആഭിമുഖ്യത്തിൽ സർഗവിദ്യാലയം പരിപാടിയുടെ ഭാഗമായി ബ്ലാങ്ങാട് GFUP സ്കൂൾ വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക് ഉപയോഗത്തിനും ലഹരിക്കുമെതിരെ തെരുവ് നാടകം അവതരിപ്പിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്തും മുനിസിപ്പാലിറ്റി ഓഫീസ് പരിസരത്തുമാണ് തെരുവ് നാടകം അവതരിപ്പിച്ചത്. HM ഇൻചാർജ് VK ബാബുരാജ്, SMC പ്രസിഡന്റ് PV സുരേഷ് കുമാർ, KC രാധ, K സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. നാടകപ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്ന അനിൽ വട്ടത്തറയുടെ 2ാം ചർമ്മവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാള മേഖലാ പ്രസിഡന്റ് പ്രതാപ് ഇല്ലത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. MU ഷൈബി അധ്യക്ഷത വഹിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് EP രാജീവ് മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ വട്ടത്തറ സ്മാരക പുരസ്കാരം ഫോട്ടോഗ്രാഫർ ശിവപ്രസാദിന് വാർഡ് മെമ്പർ സിജി വിനോദ് സമ്മാനിച്ചു. സംഗീത സംവിധായകൻ അനിൽ മാള, രാജീവ് നമ്പീശൻ, AC അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA മുഖ്യാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ EIO ബിന്ദു ഗോപി അധ്യക്ഷത വഹിച്ചു. PA നൌഷാദ്, TS സജീവൻ, പ്രസീത, PR ജോഷി എന്നിവർ സംസാരിച്ചു. LDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മാളയിൽ നടന്ന കൺവെൻഷൻ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി M രാജേഷ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, LDF കൊടുങ്ങല്ലൂർ മണ്ഡലം കൺവീനർ KV വസന്തകുമാർ, VR സുനിൽകുമാർ MLA തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തൃശൂർ മണ്ഡലം സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ പ്രചാരണത്തിന് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ LDF കൺവെൻഷനോടെ തുടക്കമായി. സിറ്റിംഗ് MP CN ജയദേവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CPM കൊടകര ഏരിയ സെക്രട്ടറി TA രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KK രാമചന്ദ്രൻ, PJ മോഹനൻ, PK ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക മണ്ഡലം വനിതാ പാർലമെന്റ് പെരിങ്ങോട്ടുകരയിൽ നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KR വിജയ, പ്രൊഫസർ R ബിന്ദു, PR വർഗീസ് മാസ്റ്റർ, KK ശ്രീനിവാസൻ, KV പീതാംബരൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രളയം നാശം വിധിച്ച കല്ലൂർ പള്ളം പട്ടികജാതി കോളനിയിലെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് ആക്ഷേപം. നടപടിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് കോളനി നിവാസികൾ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ വരവേൽക്കാനൊരുങ്ങി തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയം. ദേശീയ മത്സ്യത്തൊഴിലാളി പാർലമെന്റിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 543 പ്രതിനിധികൾ പങ്കെടുക്കും. കരഭൂമി തരം മാറ്റി നൽകാനുള്ള സർക്കാർ ഉത്തരവ് കാലതാമസം കൂടാതെ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട പൊതുപ്രവർത്തകന്റെയും കുടുംബത്തിന്റെയും സത്യാഗ്രഹ സമരം. റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം. ഇരിങ്ങാലക്കുടയിൽ പൊതുകാനയുടെ മുകളിൽ സ്വകാര്യ വ്യക്തി സ്ലാബ് ഇടുന്നതിനെതിരെ പരാതി. സ്റ്റോപ്പ് മെമ്മോ നൽകി അധികൃതർ. വെള്ളറക്കാട് മനപ്പടിയിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി പാടം മണ്ണിട്ട് നികത്തുന്നതായി ആക്ഷേപം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാതെ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നഴ്സുമാരുടെ കുറവ് മൂലം രോഗികൾ വലയുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.